എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗോതമ്പ് ദോശയാണ്. നമ്മുടെ എല്ലാ വീടുകളിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഗോതമ്പ് ദോശ. ഈ ഒരു ഗോതമ്പ് ദോശ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന വിധമാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുവാണെങ്കിൽ ഏറ്റവും നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടും വരും. നോക്കാം എങ്ങനെയാണ് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഗോതമ്പ് ദോശ ഇനി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവില് ഗോതമ്പ് പൊടി എടുക്കാം. ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ 1/2 കപ്പ് അളവില് വറുത്ത റവ കൂടെ ചേർത്ത് കൊടുക്കണം. വറുത്തതോ വറുക്കാത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ 1/4 കപ്പ് അളവില് പുളിപ്പില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് റവയും ഈ ഒരു ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല വെണ്ണ പോലെയോ തന്നെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. ഇനി അരച്ചെടുത്ത മാവ് നമുക്കൊരു 1/2 മണിക്കൂറോ 20 മിനിറ്റ് നേരമോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ക്രിസ്പിയായിട്ട് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉസായിട്ട് വേണം മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടും. ഞാനിവിടെ ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദോശ ചുട്ടെടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു തവി മാവും ദോശ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ നൈസായിട്ടൊന്ന് പരത്തിയും കൂടി എടുത്തിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് അല്പം നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. 2 വശവും നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാനിൽ നിന്നും ദോശ എടുത്ത് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ആരും കൊതിച്ച് കഴിച്ചു പോകുന്ന രുചിയിൽ ഗോതമ്പ് ദോശ നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ക്രിസ്പി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.